ഇനിയിപ്പോ ക്രിസ്മസ് ഒക്കെ അടുത്ത് എത്താറായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആ ക്രിസ്മസിന്റെ പല വെറൈറ്റിയിലുള്ള കേക്കുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റം ഒഴിച്ചിട്ടുള്ള നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പ്ലം കേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ റം ഒഴിക്കാണ്ട് കുക്കറിൽ വെച്ചിട്ട് സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ പ്ലം കേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് കേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പോഞ്ച് കേക്ക്, അങ്ങനെ കേക്കിന്റെ കുറെ വെറൈറ്റി റെസിപ്പികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് മിക്ക റെസിപ്പികളും നിങ്ങൾ കുറെ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ക്രിസ്മസിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് വേണ്ടത്. പിന്നെ അതിലേക്ക് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കും. പിന്നെ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടില് റോസാപ്പൂ ഉണ്ടല്ലോ, റോസാപ്പൂ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അല്ലിയും കൂടിയിട്ട് ചേർക്കാം. അപ്പൊ നമ്മുടെ ഫ്രൂട്ട് സലാഡ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാൻ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡ് റെഡി ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇനി നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് സലാഡ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് തൈരും കൊണ്ടുള്ള ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ തൈര് കൊണ്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ തൈരെന്ന് പറഞ്ഞിട്ട് എടുത്തേക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ യോഗട്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ങില്ലേ, അതാണ് എടുത്തേക്കുന്നത്. ഈ യോഗട്ട് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരുണ്ടല്ലോ, നല്ല കട്ട തൈര്, ആ തൈരാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. കടയിൽ നിന്ന് വാങ്ങണേനേക്കാളും കുറച്ചും കൂടി നല്ലത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ എടുക്കുമ്പോൾ അധികം പുളിക്കാത്തത് എടുക്കുക. അപ്പോൾ ഈ ഫ്രൂട്ട് സലാഡിന് ഞാനിവിടെ മാങ്ങയുടെ ഫ്ലേവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ 2 സ്ലൈസ് മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ ഫ്ലേവർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്തിൻ്റെ ഓറഞ്ചിൻ്റെ ഫ്ലേവർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് എടുക്കുക, പഴത്തിൻ്റെ ഫ്ലേവർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴം എടുക്കുക. ഇത് ഞാനിവിടെ റോബസ്റ്റോടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തൈരും പിന്നെ ഈ മാങ്ങയും പിന്നെ പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കും. അപ്പോൾ നമ്മളങ്ങനെ അരച്ചിട്ട് എടുക്കുമ്പോൾ തൈര് വളരെ കുറച്ച് മാത്രമേ നമ്മൾ ചേർക്കുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയുള്ള തൈര് നമ്മൾ സെപ്പറേറ്റ് മിക്സിയിലിട്ടിട്ട് കറക്കാണ്ടാണ് ചേർക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് തൈര് കറക്കിയിട്ടുണ്ടെങ്കിൽ എത്ര കട്ട തൈരായിരുന്നാലും അതിങ്ങനെ വെള്ളം പോലെ ആവുമല്ലോ. അപ്പോൾ നമുക്കത് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ മാങ്ങയുടെ ഫ്ലേവറാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ കൊടുക്കുക. പക്ഷേ നിങ്ങൾ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കണ ഏത് ഫ്രൂട്ട്സ് ആയിരുന്നാലും നല്ല മധുരം ഉണ്ടായിരിക്കണം കേട്ടോ. പുളി ഉണ്ടെങ്കിൽ നമുക്കറിയാലോ, പിന്നെ ഫ്രൂട്ട് സലാഡിന് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. പിന്നെ ഫ്രൂട്ട് സലാഡിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കാം. ഞാനിവിടെ മുന്തിരി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുരുവില്ലാത്ത മുന്തിരിയാണ് എടുത്തേക്കുന്നത്. കുരുവുള്ള മുന്തിരിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരു കളഞ്ഞിട്ട് എടുക്കണം, നിങ്ങൾക്കറിയാലോ. പിന്നെ ആപ്പിൾ എടുത്തിട്ടുണ്ട്. ആപ്പിളിൻ്റെ തൊണ്ട് കളഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ റോബസ്റ്റോളും എടുത്തിട്ടുണ്ട്. ഓറഞ്ചും എടുത്തിട്ടുണ്ട്. ഈ ഓറഞ്ചും റോബസ്റ്റോളും ഒന്ന് കട്ട് ചെയ്തിട്ടിടണം. ബാക്കിയെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓറഞ്ച് കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യട്ടോ, അതാണ് നല്ലത്. കത്തി വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഈ ഓറഞ്ചിൻ്റെ ഉള്ളിൽ ആ നീരൊക്കെയാണ്ട് പുറത്തേക്ക് പോകും. ഞാനിവിടെ കട്ട് ചെയ്യാണ്ട് ഞാനിങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുരുവില്ലാത്ത ഓറഞ്ച് കേട്ടോ. കുരുള്ള ഓറഞ്ചാണെങ്കിൽ കുരു മാറ്റിയിട്ട് എടുക്കുക. പിന്നെ പുളിയുള്ള ഓറഞ്ച് ചേർക്കരുത്. പുളിയുള്ള ഒരു സാധനവും ചേർക്കരുത്. ഇനിയിപ്പോൾ ഇതേപോലത്തെ ഫ്രൂട്ട്സ് തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മൾ കിട്ടുന്ന നാടൻ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, പപ്പായ, പിന്നെ സപ്പോട്ട, സീന്തപ്പഴം, അങ്ങനത്തെ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ഫ്രൂട്ട്സുകൾ ഏത് ടൈപ്പ് ഫ്രൂട്ട്സ് ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പം ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇതേപോലത്തെ ഫ്രൂട്ട്സാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ നാടൻ ഫ്രൂട്ട്സൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സപ്പോട്ട, ചിക്കു ഉണ്ടല്ലോ, സപ്പോട്ട, പിന്നെ സീന്തപ്പഴം, അതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പൈനാപ്പിൾ, നല്ല മധുരമുള്ള പൈനാപ്പിൾ, ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. പഴമായിരുന്നാലും ഞാനിങ്ങനെ നല്ല കനം കുറച്ചിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കാഷ്നട്ടും ചേർക്കുന്നുണ്ട്. കാഷ്നട്ട് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം കേട്ടോ. പിസ്താഷ്യൂ, പിന്നെന്താ ബദാമൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബദാം ചേർക്കാം. അപ്പം ഞാൻ കുറച്ച് കാഷ്നട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ റോസാപ്പൂവും ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ വീട്ടിലുള്ള ഏത് ടൈപ്പ് റോസാപ്പൂ ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പം ഇവിടെ എൻ്റെ റോസുമ്മ ഒരു 3 പൂ നിൽക്കുന്നുണ്ട്. അത് പറിച്ചിട്ടില്ല, അത് പറിക്കട്ടെ. അപ്പോൾ റോസാപ്പൂ കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് കാണാനാണെങ്കിലും നല്ല രസം ഉണ്ടാവും. പിന്നെ റോസാപ്പൂ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫ്രൂട്ട് സലാഡിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും.
അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കേക്കിലൊക്കെ ചേർക്കില്ലേ, അതാട്ടോ. ഇതും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കുക. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. ഇതിങ്ങനെ ഇടയ്ക്ക് ഫ്രൂട്ട് സലാഡിൻ്റെ കൂടെ ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ മാങ്ങയും പിന്നെ കുറച്ച് തൈരും പഞ്ചസാരയും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അപ്പോൾ മാങ്ങ ചേർക്കട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സീന്തപ്പഴം ഉണ്ടല്ലോ, സീന്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീന്തപ്പഴം വെച്ചിട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ സീന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ട് എടുക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സീന്തപ്പഴം. ഇനി ഇതിലേക്ക് തൈര് ചേർക്കട്ടെ. അപ്പോൾ തൈര് കുറച്ച് ചേർക്കണുള്ളൂ കേട്ടോ, ഇത്ര മതി. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കുക. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ ലാസ്റ്റ് ഫ്രൂട്ട്സായി കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് മൂന്നും കൂടിയിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കട്ടെ. മാങ്ങയും തൈരും പഞ്ചസാരയും കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് കറക്കി എടുത്തിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇനി ഞാനിതിലേക്ക് സെപ്പറേറ്റ് കുറച്ച് തൈരും കൂടിയിട്ട് ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ തൈരിൽ വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മാറ്റിയിട്ട് എടുക്കാം കേട്ടോ. അതേപോലെ ഇങ്ങനെ നല്ല കട്ട തൈര് എടുക്കുക. ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഞാൻ മിക്സിയിലിട്ടിട്ട് കറക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെള്ളം പോലെ, നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വെള്ളം പോലെ എടുക്കണ്ട. ഇനി അതിൻ്റെ ടേസ്റ്റ് നോട്ടേട്ടോ. അപ്പോൾ നല്ല ഒട്ടും കട്ടയില്ലാണ്ട് നല്ല ക്രീം പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ മധുരമൊക്കെ ഉണ്ടോ നോട്ടെ. നല്ല മധുരമുണ്ട്, മാങ്ങയുടെ നല്ല ടേസ്റ്റ് ഉണ്ട്. തൈരിന് പുളിയൊന്നും ഇല്ല കേട്ടോ, ഒരു ചെറുതായിട്ട് ഒരു പുളി മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഈ ഫ്രൂട്ട്സിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ലതാണ് അത്. അപ്പം ഈ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ചേർക്കട്ടെ കേട്ടോ. ഫസ്റ്റ് മാങ്ങ ചേർക്കുക, മുന്തിരി ചേർക്കുക, എല്ലാ ഫ്രൂട്ട്സാണ് ചേർക്കുക. ആപ്പിള്, മുന്തിരി, മാങ്ങ, ഇനി ഓറഞ്ചും റോബസ്റ്റോളും. ഇതിലേക്ക് നമുക്ക് എന്ത് ചേർക്കണം? ടൂട്ടി ഫ്രൂട്ടിയും ചേർക്കുക, കുറച്ച് നട്ട്സും ചേർക്കുക, പിന്നെ നമ്മുടെ റോസാപ്പൂവും ചേർക്കുക. അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചേർക്കട്ടെ. ഈ ടൂട്ടി ഫ്രൂട്ടി ഞാനിവിടെ ഒരു അമേരിക്കൻ കടയിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇതേപോലെ ടൂട്ടി ഫ്രൂട്ടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അമേരിക്കൻ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബേക്കിംഗ് സെക്ഷനിൽ ഉണ്ടാവും. അത് മിക്കപ്പോഴും ഈ ക്രിസ്മസിൻ്റെ സമയമാകുമ്പോൾ മാത്രമേ വരുള്ളൂ കേട്ടോ. ഇത് ഞാൻ ഷോപ്പ് റേറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. ഈ സീസണിൽ മാത്രമേ ഞാനത് കാണാറുള്ളൂ. അറിയാം, നമുക്ക് ഓൺലൈനൊക്കെ വഴി വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ചേർക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ. ഇതെല്ലാം കൂടി രണ്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇനി ഞാനിതിലേക്ക് ഈന്തപ്പഴവും ചേർക്കുന്നുണ്ട് കേട്ടോ. ഈന്തപ്പഴം നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക. അപ്പോൾ ഈന്തപ്പഴവും ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. പിന്നെ ഞാൻ കുറച്ച് നാളായിട്ട് ഒരു 2 വർഷം മുമ്പാന്ന് തോന്നുന്നു ഞാൻ മറ്റേ കസ്റ്റാർഡ് വെച്ചിട്ട് ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർത്തിട്ട് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ കുറേ പേരൊക്കെ ആ സമയത്തൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് കുറേ പേരൊക്കെ അതിന്
റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. പഞ്ചസാര ക്യാരമലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇപ്പം ആരും അതിൻ്റെ മെസ്സേജ് ഒന്നും കാണാറില്ല, എനിക്ക് തോന്നുന്നു ഇപ്പം ആരും കാണാറില്ല എന്ന് തോന്നുന്നത്. അതും നല്ലൊരു ഫ്രൂട്ട് സലാഡ് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തൈരൊക്കെ ചേർക്കണതിന് അങ്ങനെ കറക്റ്റ് ഇത്രയ്ക്ക് അളവ് എന്നൊന്നും ഇല്ല കേട്ടോ. അത് നമുക്കിങ്ങനെ കാണുമ്പോൾ നമുക്കറിയാലോ, ഒരു ഏകദേശം അളവിൽ ചേർക്കാം. ഇപ്പോൾ വൈകിട്ടൊക്കെ ആയിരുന്നാലും ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് കഴിക്കാമെന്ന് തോന്നുമ്പോൾ ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാനും പറ്റും. പിന്നെ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുറേ ദിവസം ഫ്രിഡ്ജിൽ വെക്കാണ്ടിരിക്കുന്നത് നല്ലത്. ഫ്രഷായിട്ട് ഫ്രൂട്ട് സലാഡ് കഴിക്കുമ്പോഴാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ഇനി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം. നമ്മൾ ഒരു ദിവസമൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല. ഒരു ദിവസത്തിന് കൂടുതലൊക്കെ ഫ്രൂട്ട് സലാഡ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ ഫ്രൂട്ട്സിൻ്റെയും ടേസ്റ്റ് ഇതിലേക്ക് അങ്ങോട്ട് വന്നിട്ട് പിന്നെ കഴിക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഈ നമ്മുടെ റോസാപ്പൂ പറിച്ചെടുക്കട്ടെ. ഇത് ചെറിയ റോസാട്ടോ. ഇന്നത്തെ ബാക്കിയുള്ള പൂക്കളൊക്കെ ഉണങ്ങി, ഇതൊക്കെ വെട്ടി മാറ്റട്ടെ കേട്ടോ. ഞാനോട് ജനലയുടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഉണങ്ങിപ്പോയി. അത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. ഇതുമ്മ പുതിയ മുട്ടുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. റോസാപ്പൂവ് ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ പെറ്റൽസൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത്. ഇതിപ്പോൾ ചെറിയ ചെറിയ പെറ്റൽസ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയായിട്ട് ഇടുന്നത്. ഇതേപോലെ തന്നെ ഈ പെറ്റൽസ് നമുക്കിങ്ങനെ ഉണങ്ങിയിട്ടുള്ളത്, ഡ്രൈ ആയിട്ടുള്ളത് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. പക്ഷേ അതിലും നല്ലത് ഇതേപോലെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇടുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാവുമ്പോൾ കടയിൽ നിന്ന് പൈസയും കൊടുത്ത് വാങ്ങണ്ടല്ലോ. സലാഡ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് വാർത്താം.